ഞങ്ങൾ സർവ്വസജ്ജമാണ്. ശരി ശരി ശ്രീത്ത്, ഇവിടെ ഇന്നലെ രാത്രി ശ്രീത്ത് ഈ ചർച്ചയിലുണ്ടായിരുന്നു. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞത് അതിനകത്ത് പ്രധാനപ്പെട്ട മന്ത്രിയുടെ നിലപാടാണ്. ഇന്ന് രാവിലെ നേരെ മന്ത്രി കാര്യങ്ങൾ തിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ സംഭവിച്ചു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഒരു ഓഡിയോ പ്രചരിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല. കുട്ടിയുടെ പിതാവ് പറയുകയാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് ചില ആളുകൾ ഉപയോഗിച്ചു എന്നുള്ളത്. ഈ തരത്തിലാണ് ഇത്തരം വളരെ സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്കൂൾ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അതിനുശേഷം രാവിലെ ആരൊക്കെ ഉപദേശിച്ചതുപോലെ വീണ്ടും തിരുത്തുകയാണ്, കോടതി വിധി അനുസരിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് സംഭവിക്കുന്ന അർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇടപെടുന്നതിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ എത്ര അപക്വമായാണ് നമ്മുടെ സംവിധാനങ്ങൾ പെരുമാറുന്നത്? നിശ്ചയമായിട്ടും രഞ്ജിത്ത്, നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കപ്പെട്ടതിന് ശേഷം, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായതിനു ശേഷം അദ്ദേഹം അതിനെ വീണ്ടും വഷളാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് എന്നതിൽ നമ്മളെല്ലാവരും തന്നെ ലജ്ജിക്കുകയാണ് വേണ്ടത്. കാരണം അവിടെ ആരാണോ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ആ ആൾക്കാർ തന്നെ ആ വിഷയം മനസ്സിലാക്കുന്നുവെന്നും ഇനി എൻ്റെ മകൾ അതേ സ്കൂളിൽ തന്നെ പഠിക്കുമെന്നും അവിടുത്തെ ഡ്രസ് കോഡ്, യൂണിഫോം പോളിസി അത് പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യും എന്ന് പറഞ്ഞു പോയതിനു ശേഷം, അത് ആ കുട്ടിയുടെ രക്ഷിതാവ് തന്നെ മാധ്യമങ്ങളോട് കൺഫേം ചെയ്തതിന് ശേഷം കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി അനാവശ്യമായിട്ട് ഇതിലേക്ക് വീണ്ടും കോലിട്ടിളക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ താല്പര്യം എന്താണ്, ഈ കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ നിയമപരിജ്ഞാനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുമെന്ന് തോന്നുന്നില്ല. അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അറിയില്ല, അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അറിയില്ല, അദ്ദേഹം ആ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന AEOയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണോ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച SDPIയുടെ പ്രതിനിധി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് കളർ വ്യത്യാസമുള്ള വസ്ത്രമല്ലല്ലോ ആ കുട്ടി ധരിക്കുന്നത്, അതേ യൂണിഫോം തന്നെ അല്ലേ എന്നുള്ളതാണ്. യൂണിഫോം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. ഒരേ തരത്തിലുള്ള വസ്ത്രം എന്നതാണ് യൂണിഫോമിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും യൂണിഫോമാണ് ധരിക്കുന്നതെങ്കിൽ ഒരേ തരത്തിലുള്ള വസ്ത്രമായിരിക്കും. ഇനി അതിന് പുറമെ അദ്ദേഹം മറ്റേതെങ്കിലും തരത്തിലുള്ള അതിന് പുറമെ ഒരു തലപ്പാവോ വല്ലതും വെച്ചിട്ടിരിക്കുകയും ഞാനൊരു കാവ്യ ഷോളൊക്കെ പുതച്ച് ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് യൂണിഫോം അല്ല. അതില്ലാതെ ആ സ്കൂള് നിഷ്കർഷിക്കുന്ന വസ്ത്രം എന്താണോ അത് ധരിക്കുക എന്നുള്ളതിനാണ് യൂണിഫോം എന്ന് പറയുക. അതിനാണ് യൂണിഫോം പോളിസി ഉള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഒന്ന് ധരിച്ചാൽ മതിയല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥാപനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ യൂണിഫോം ഉണ്ട്. അവിടെ ഈ പറയുന്നതിന് പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് കഴിയുമോ? ഇല്ല. അപ്പോൾ അത് ഭരണഘടനാപരമായിട്ട് തന്നെ, ഇവിടെ കുട്ടിയുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ മന്ത്രിയും SDPIയും എല്ലാവരും തന്നെ വാദിക്കുന്നത്. ഭരണഘടനാപരമായി തന്നെ ആർട്ടിക്കിൾ 30 അനുസരിച്ച് ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവിടെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം അതിന് ബാധകമായിട്ടുള്ള റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് അവർക്ക് അവകാശമുണ്ട്. അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി എന്നുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് അതിന് പരിരക്ഷ കൂടി സുപ്രീം കോടതി അടക്കം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓരോ സ്കൂളിലും അവർക്ക് വ്യത്യസ്തമായ യൂണിഫോം പോളിസി രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അമൃതയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, വ്യാസ വിദ്യാപീഠം ഉണ്ടാകും, സെയിൻറ്റ് ജോസഫ്സ് ഉണ്ടാകും, ഈ സെയിൻറ്റ് റീറ്റാസ് ഉണ്ടാകും. ഇവിടെയൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള യൂണിഫോം വരുന്നത് അതുകൊണ്ടാണ്. കോമൺ ആയിട്ടുള്ള ഒരു പോളിസി അല്ല, അവരവർക്ക് അത് രൂപീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യുക. അപ്പോൾ അന്നേരം കളർ വ്യത്യാസം ഇല്ലല്ലോ, അതിന് പുറത്ത് ഞങ്ങളൊരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു ശിരോവസ്ത്രം മാത്രമേ ധരിച്ചുള്ളല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ യൂണിഫോം അല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹം പറഞ്ഞു കുരിശുമാല ധരിക്കുന്നത്, മാല ഉള്ളിലാണ് ധരിക്കുന്നത്. അരയിൽ ഏലസ് കെട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും, അത് ഉള്ളിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഏത് കളറിലുള്ള അടിവസ്ത്രം ധരിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം അത് ഉള്ളിലുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം. പുറമേ നിങ്ങളെ കാണുമ്പോൾ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നതാണ് യൂണിഫോം പോളിസി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ പുറത്തേക്ക് കുരിശുമാല ഇടരുത് എന്ന് വേണമെങ്കിൽ പറയാം, കയ്യിൽ ചരട് കെട്ടരുത് എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞ പോലെ നെറ്റിക്ക് കുറി വരയ്ക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരുടെ പ്രെറഗറ്റീവാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന് നിയന്ത്രണമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം. നിയമപരമായിട്ടുള്ള കാര്യം എന്താണ്? SDPIക്കും മന്ത്രി ശിവൻകുട്ടിക്കും ഒരേപോലെ തന്നെ നിയമത്തിലുള്ള അജ്ഞത ഉണ്ടാകുന്നത്. മന്ത്രി തന്നെ പറയുന്നത്, ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന സമയത്തും പറഞ്ഞത് ഭരണഘടനയും നിയമങ്ങളും ഒക്കെ നമ്മൾ അനുസരിക്കണമെന്നാണ്. നിയമം എന്താണ്? ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ 2018 കേസ്, ആ കേസിൽ വളരെ കൃത്യമായിട്ട് ഫാത്തിമ തസ്നീമ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള
എന്നുള്ള കേസ്. ആ കേസിൽ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതും ഹൈക്കോടതിയുടെ ജഡ്ജ് മുഹമ്മദ് മുഷ്താഖാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു കുട്ടി ഹിജാബ് ധരിക്കണം എന്ന് പറയുകയും അത് മതപരമായിട്ട് എനിക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ട്, ഇല്ല എന്ന് കോടതി പറയുന്നില്ല. പക്ഷേ അതൊരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ യൂണിഫോം എന്താണെന്ന് നിഷ്കർഷിക്കുന്നതിനും അത് എൻഫോഴ്സ് ചെയ്യുന്നതിനുമുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 30 പ്രകാരം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ട്. ഇങ്ങനെ രണ്ടു പേരുടെ മൗലിക അവകാശങ്ങൾ തമ്മിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ കോടതി പരിഗണിക്കേണ്ടത് ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത് എന്നുള്ളതാണ്. ലാർജർ കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഏതിലാണോ അതിനോടൊപ്പമാണ് കോടതി നിൽക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടോ ഏതാനും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ ഒരു സ്കൂളിന് മൊത്തത്തിൽ ബാധകമായിട്ടുള്ള ഒരു യൂണിഫോം പോളിസി ഓൾട്ടർ ചെയ്യേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് കോടതി വളരെ വ്യക്തമായിട്ട് ആ വിധിയുടെ അവസാന പാരഗ്രാഫിൽ പറയുന്നത് ഈ നിങ്ങളുടെ ഈ യൂണിഫോം പോളിസി പരിഷ്കരിച്ച് അതിൽ ഹിജാബിനെ ഉൾപ്പെടുത്തുന്ന കാര്യം കൂടി നിങ്ങൾക്ക് പരിഗണിച്ചുകൂടെ എന്ന് ആ സ്കൂളിനോട് പറയാൻ പോലും കോടതിക്ക് അധികാരമില്ല എന്നാണ്. എന്ന് വെച്ചാൽ അത് അവരുടെ അബ്സല്യൂട്ട് റൈറ്റ് ആണ്. ഈ മതപരമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള മതവസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നത് മൗലികാവകാശമാണെങ്കിലും അത് അബ്സല്യൂട്ട് അല്ല എന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അത് റിലേറ്റീവാണ്. അത് റിലേറ്റീവ് റൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിന്റെ റൈറ്റുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റിന് എത്ര വെയിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 30 അനുസരിച്ച് അവർക്ക് ഈ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് നിങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അവകാശത്തിനേക്കാൾ മുകളിലുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കരുതോ? ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ശ്രീ രഞ്ജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്നതനുസരിച്ച് മതപരമായിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടിക്ക് അതാകാം എന്നാണ് പറയുന്നതെങ്കിൽ ഇത് മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ലല്ലോ ആ സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദു വിദ്യാർത്ഥി ഒരു കാവ്യ ഷോളും അപകടമാണ്. ശ്രീ അൻസാരി, താങ്കൾക്ക് നമ്മുടെ രാജ്യത്തുള്ള കോടതി സംവിധാനങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം